ആഫ്രിക്കൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AI ടൂളുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കഷൻ ചെയ്യാൻ പോകുന്നത്. AI ടൂളുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം AI ടൂൾ എന്താണെന്നുള്ളത് അല്ലേ. സോ എന്താണ് എയുടെ ഫുൾഫോമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് AI ടൂൾ, അല്ലെങ്കിൽ AI ഒപ്റ്റിമൈസേഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് എന്താണ് AI ടൂളിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് നമ്മൾ ഏത് സമയങ്ങളിലും അല്ലെങ്കിൽ ഏതൊരു മേഖലയിലും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടെക്നോളജിയാണ്. അതായത് ടെക്നോളജിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എക്സാമ്പിൾ നമ്മളൊരു ചെസ് ഗെയിം, നമ്മൾ കമ്പ്യൂട്ടറിൽ ചെസ് ഗെയിം കളിക്കുക, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കളിക്കുന്നത് നമ്മുടെ കമ്പ്യൂട്ടറായിരിക്കും അല്ലെങ്കിൽ സിസ്റ്റംസ് ആയിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ ലൂഡോ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ. ഇവിടെയൊക്കെ നമ്മൾ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് AI ടൂളിനെ കുറിച്ച് നമുക്ക് പറയാം. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്കത് ക്ലിയർ ചെയ്യാൻ വേണ്ടി AI ടൂൾസ് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഒരു ഫേസ്ബുക്ക് ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഗൂഗിൾ ആയിക്കോട്ടെ, നമുക്ക് ഏതൊരു ഒരു സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാലും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു ടൂള് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾസ് എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് മനസ്സിലാക്കി തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 തരത്തിലുള്ള AI ടൂൾസുകൾ അവൈലബിൾ ആണ്. അതായത് AI എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കാറ്റഗറി ചെയ്തിരിക്കുന്ന 3 എണ്ണമാണ്. അതിലൊന്നാണ് നാരോ AI എന്ന് പറയുന്നത്. നാരോ AIയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിംഗിൾ ഫങ്ഷനിങ് മാത്രം വർക്ക് ചെയ്യുന്ന ഒരു ടൂളാണ്, അല്ലെങ്കിൽ ഒരു ഓപ്ഷൻസാണ് AI ടൂൾ. ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു വർക്ക് മാത്രമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തി, അയാൾ ആ ഒരു വർക്ക് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ വേറൊരു വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറൊരു വർക്കിലേക്ക് അയാൾ പോകുന്നില്ല. ആ ഒരു ഫങ്ഷനിങ് മാത്രമേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡ്രൈവ് ചെയ്യുന്ന കാറുകളുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ എന്താണ് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ വരുന്ന നാരോ ടെക്നോളജി യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ജനറൽ AI ടൂൾസിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഒരു ജനറൽ കാറ്റഗറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ മൾട്ടി ഫങ്ഷനിങ് യൂസ് ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ നമ്മളെ പോലെ തന്നെ നമ്മൾ ചില സമയങ്ങളിൽ എന്ത് ചെയ്യും, നന്നായിട്ട് പാടും, ചില സമയത്ത് നന്നായിട്ട് കുക്ക് ചെയ്യും, ചില സമയത്ത് നമുക്ക് നന്നായിട്ട് വേറെ എന്തെങ്കിലും കുറേ പല ആക്ടിവിറ്റീസ്, പല മൾട്ടി ഫങ്ഷനിങ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് ടെക്നോളജിയിൽ മൾട്ടി ഫങ്ഷനിങ് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യുന്ന ഒന്നാണ് എന്ത് ജനറൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയും. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നതാണ് സൂപ്പർ AI. സൂപ്പർ AIയുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുള്ളി കൺട്രോൾഡ് ആയിരിക്കും. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡിവൈസിനെ മൊത്തം നമ്മൾ കൺട്രോൾ ചെയ്യുന്നില്ല, അതേപോലെ ഹ്യൂമൻ ഡിവൈസുകൾ, വ്യക്തികളെ മൊത്തം കൺട്രോൾ കാറ്റഗറൈസേഷനാണ്, അല്ലെങ്കിൽ 3 ടൈപ്സാണ് AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഒന്ന് നാരോ, അതുപോലെ തന്നെ ജനറൽ ആൻഡ് സൂപ്പർ. ഓക്കെ, ഇനി ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമുക്ക് സാധാരണ ഒരു ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതാണെന്ന് ഞാൻ പറഞ്ഞു. അതായത് നമ്മളിപ്പോൾ എക്സാമ്പിൾ ഒരു ഫോൺ ചാർജിലിടുന്നു. ഈ ഫോൺ ചാർജിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ബാറ്ററി ഒപ്റ്റിമൈസേഷൻ വരുന്നുണ്ട്. അതായത് ആപ്ലിക്കേഷൻസ് ത്രൂ ഔട്ടാണ് ഇതിൻ്റെ ബാറ്ററി ഒപ്റ്റിമൈസേഷൻ വരുന്നത്. ആവശ്യമുള്ള സോഫ്റ്റ്വെയർ, ആവശ്യമുള്ള ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടുള്ള ബാറ്ററികൾ എത്രത്തോളം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പവർ എത്രത്തോളം പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, അതിനാണ് ബാറ്ററി ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുക. ഇങ്ങനെ തുടങ്ങി നമ്മുടെ വോയിസ്, ഗൂഗിളിൽ നമ്മൾ വോയിസ് അസിസ്റ്റൻസ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അലക്സ പോലുള്ള ഡിവൈസസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു ഫുള്ളി കൺട്രോളിങ് സെക്ഷൻസ് ആയിട്ട്, ഇപ്പോൾ എക്സാമ്പിൾ മെഡിസിൻ ഫീൽഡിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡോക്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും നമുക്ക് AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ നമുക്ക് ഒരു ഡാറ്റാബേസ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ പ്രോപ്പറായിട്ടുള്ളൊരു ആൻസർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കിട്ടും. അതായത് ശരിക്കൊരു ഡാറ്റാബേസ് ട്രാൻസാക്ഷനാണ് ശരിക്കും നടക്കുന്നത്. ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് നമുക്കതിന് പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് തരിക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ ഫ്രീക്വൻ്റ്ലി ആയിട്ട് ഒരാൾ പർച്ചേസ് ചെയ്യും. നമ്മൾ നോക്കിയിട്ടുണ്ടല്ലോ, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബ് ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, സോ ഏത് സോഷ്യൽ മീഡിയയിൽ എടുത്തു കഴിഞ്ഞാലും നമുക്ക് അതിൻ്റെ കണ്ടൻറ് എന്ന് പറയുന്നത് നമുക്ക് വളരെ എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. നമ്മൾ എന്ത് കണ്ടൻറ്റാണോ കാണുന്നത് ആ കണ്ടൻ്റ് ആയിരിക്കും ഫസ്റ്റ് പേജിൽ തന്നെ, അല്ലെങ്കിൽ ഫസ്റ്റ് നമുക്ക് ആ ഒരു ഇതിൽ തന്നെ ഫസ്റ്റ് റോയിൽ തന്നെ നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് അത് കണ്ടൻ്റ് ആയിരിക്കും വരിക. അപ്പോൾ ഈ കണ്ടൻറ്റ് അതിന് നമ്മുടെ ഇഷ്ടം എന്താണെന്നുള്ളത് ഡിവൈസ് മനസ്സിലാക്കി ആ ഇഷ്ടത്തിനെ നമുക്ക് ഫ്രണ്ടിലോട്ട് തരുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഓരോ മീഡിയകളും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നതൊക്കെ അതെന്താണ് അങ്ങനത്തെ ഒരു രീതി ആയതുകൊണ്ടാണ്. അപ്പോൾ അതിനും നമ്മളെന്താണ് AI ടൂൾസാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മാപ്പ്, നമുക്കിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ മാപ്പ് യൂസ് ചെയ്യാറുണ്ട്. ഈവൻ നമുക്ക് അറിയുന്ന സ്ഥലമാണെങ്കിൽ പോലും നമ്മൾ മാപ്പ് യൂസ് ചെയ്യാറുണ്ട്. കാരണം അത് കറക്റ്റായിട്ടുള്ളൊരു വേ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുള്ളതുകൊണ്ടാണ്.
ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ നമുക്ക് റീസെൻ്റ്ലി അപ്ഡേഷൻ ചെയ്തിരിക്കുന്ന മാപ്പ് ടൂൾസുകളൊക്കെ നമ്മൾ പഴയ പോലെ ആയിരുന്നില്ല, കുറച്ചും കൂടി എന്തായിരുന്നു ക്ലിയർ ആയിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ളൊരു മാപ്പ് ടൂൾസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈവൻ നമുക്കതിൻ്റെ ലൈവ് വ്യൂ അടക്കം നമുക്ക് മേ ബി കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇനി വന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതുപോലെ തന്നെ നമ്മുടെ ഓൺലൈൻ പർച്ചേസ്, നമ്മൾ സൂപ്പർ മാർക്കറ്റിലോ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വേണമെങ്കിൽ നമ്മൾ അവിടെ പോയി സെർച്ച് ചെയ്ത് ആ റോയിൽ ചെന്ന് അവിടുന്ന് കൊണ്ടുവന്ന് അല്ലേ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ടൈം വേസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ നമുക്കൊരു കൊമേഴ്സ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ അതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലായിക്കോട്ടെ ആമസോണിലായിക്കോട്ടെ നമുക്ക് റീസെൻ്റ്ലി നമുക്ക് എന്താണോ വേണ്ടത് അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ഡേറ്റിൽ തന്നെ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ അത് ഫ്രണ്ട് എൻഡിൽ തന്നെ ഫസ്റ്റ് പേജിൽ തന്നെ ആ പ്രൊഡക്റ്റിൻ്റെ ഇൻഫർമേഷൻസ് നമുക്ക് എപ്പോഴും ഒരു നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരിക. ഇതൊക്കെ നമുക്ക് എന്താണ് AI ടൂളാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിട്ടാണ് ചെയ്യുന്നത് ഇതൊക്കെ വർക്ക് ചെയ്യുന്നത്. സോ വളരെ സിമ്പിളായിട്ട് AI എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് എന്ത് ആവശ്യമുണ്ടോ ആ ആവശ്യം നമുക്ക് AI ടൂൾ വെച്ചിട്ട് ഇപ്പോൾ ChatGPT ആയിക്കോട്ടെ അല്ലെങ്കിൽ AI ടൂൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രോപ്പർ റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യും കിട്ടും. ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം ചോദിക്കാം, അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയുക എന്തെങ്കിലും ഒരു ഫോട്ടോസാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഇപ്പോൾ എന്ത് ചെയ്യാമെന്ന് വെച്ചിട്ട് നമുക്ക് AI ടൂൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ ഫോണിൽ എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. സോ അതാണ് AI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഡാറ്റാബേസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ടൂളാണ് AI ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ നമ്മുടെ വാട്സപ്പിലൊക്കെ ഇങ്ങനത്തെ ഒരു ടൂൾ കാണാൻ പറ്റും, അതൊരു ബ്ലൂ കളറിലൊരു ഐക്കൺസ് കാണാൻ പറ്റും. റീസെൻ്റ്ലി അപ്ഡേറ്റ് ചെയ്ത വാട്സപ്പിലാണ് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻസ് കാണാൻ പറ്റുക. സോ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഡീറ്റെയിൽസ്, ഇപ്പോൾ നമുക്ക് എന്തിനെ കുറിച്ചിട്ടാണോ അറിയേണ്ടത് അത് ജസ്റ്റ് അതിനകത്ത് ടൈപ്പ് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ നമുക്കൊരു കമ്പ്യൂട്ടറിനെ കുറിച്ച് അറിയണം, അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, കമ്പ്യൂട്ടർ സർവീസ് സെൻ്റർ എവിടെയാണ് അല്ലെങ്കിൽ എന്താണ് കമ്പ്യൂട്ടർ, അങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങൾ ജസ്റ്റ് ചോദിക്കുമ്പോൾ ആ കമ്പ്യൂട്ടറിൻ്റെ ഫുൾ ഡീറ്റെയിൽസുകൾ, ഏതൊക്കെ ടൈപ്സ് കമ്പ്യൂട്ടേഴ്സ് അവൈലബിൾ ആണ്, അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസുകൾ നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ നമുക്കൊരു പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഡിവൈസിൻ്റെയൊക്കെ പിക്ചറുകളാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫോർ എക്സാമ്പിൾ സർവർ പിക്ചർ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ജസ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫോട്ടോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കാണാൻ പറ്റും. അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സർവർ സിസ്റ്റംസുകൾ എന്തൊക്കെയാണ്. അപ്പോൾ ഈ ഒരു AI ടൂൾ എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾ നമ്മൾ കൊടുക്കുന്ന ഡാറ്റാബേസിന് നമുക്ക് തരുന്ന ഒരു ഇൻഫർമേഷനാണ്. നമ്മൾ എന്ത് ഡാറ്റയാണോ അല്ലെങ്കിൽ നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് തിരിച്ച് നമുക്ക് ഇങ്ങോട്ട് തരും. സോ AI ടൂൾസിൻ്റെ അബൌട്ട്സിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരുപാട് ഡീറ്റെയിൽസുകൾ അതിനകത്തുണ്ടാവും. എന്താണ് AI ടൂള് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് AI ടൂൾ യൂസ് ചെയ്യുന്നത്, അങ്ങനത്തെ ഒരുപാട് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, സോ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.